എൻ്റെ പേര് സുധി. ഞാൻ കൊല്ലം ജില്ലയിലെ LED സെൻറ്റർ എന്ന ഷോപ്പിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിംഗിൾ കളർ പിക്സൽ LED ആണ്. നിങ്ങൾ ഈ വർക്ക് ചെയ്ത് കാണുന്നത് 9mm സിംഗിൾ കളർ പിക്സൽ LED ഒരു ചേസറിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പിക്സൽ LED മാലയുടെ ഡീറ്റെയിൽസ്, കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിനകത്ത് ചേസർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഫേസ്ബുക്കിലാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ പേജ് ഫോളോ ചെയ്യുക. ഈ കാണുന്നതാണ് സിംഗിൾ കളർ പിക്സൽ മാല. ഇത് 7 കളറിലാണ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ബ്രാൻഡ് XPL എന്ന് പറഞ്ഞ ടോപ്പ് ബ്രാൻഡാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു ക്വാളിറ്റി ഈ ഒരു മാലയ്ക്കുണ്ടാവും. ഇതിനകത്ത് ഒരു മാലയുടെ നീളം എന്ന് പറയുന്നത് 12 അടിയാണ്. അതായത് 4 മീറ്ററാണ് ഈ ഒരു ഓരോ മാലയുടെയും നീളം വരുന്നത്. ഇതിനകത്ത് 50 ബൾബാവും ഉണ്ടാവുക. ഇത് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 മീറ്ററോളമാണ്. ഇതിനകത്ത് 2 വയറേ കണക്ഷന് വരുന്നുള്ളൂ, ഒരു പ്ലസും ഒരു മൈനസും. ഇത് 12 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് 12 വോൾട്ട് DC കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് തെളിഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ചേസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ചേസർ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു ചേസർ യൂണിറ്റിൽ കൊടുക്കുമ്പോഴാണ് ഈ ഒരു മാലകൾ ഈ ഒരു രീതിയിൽ വർക്കാവുന്നത്. അതിൻ്റെ കണക്ഷന് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു മാല പ്രവർത്തിപ്പിക്കാൻ വേണ്ടുന്നത് 12 വോൾട്ട് 800 മില്ലി ആംപിയർ കറണ്ടാണ്. ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിങ്ക് അവൈലബിൾ ആണ്, റെഡ്, ഗ്രീന്, ബ്ലൂ, വാം വൈറ്റ്, യെല്ലോ, ഇങ്ങനെയുള്ള 7 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ചേസറിനകത്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാലയുടെയും പോസിറ്റീവ് ജോയിൻ ചെയ്തിട്ട് പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട് സപ്ലൈയുടെ. അത് തന്നെ ഈ ഒരു ചേസറിലേക്കും വന്നിട്ടുണ്ട്. നെഗറ്റീവ് സപ്ലൈയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മാലയുടെയും നെഗറ്റീവ് വന്നിട്ട് ഈ ഒരു ചേസറിൻ്റെ നെഗറ്റീവ് ചാനലിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് പവർ ഓൺ ചെയ്യുമ്പോൾ ചേസ് ചെയ്യുന്നൊരു രംഗമാണ് നിങ്ങൾ കണ്ടത്. ഈ കാണുന്ന മാലയാവട്ടെ, ചേസർ ആയിക്കോട്ടെ, SMBS അങ്ങനെയുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ചേസറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് 12 വോൾട്ട് DC-യിൽ വർക്ക് ചെയ്യുന്ന DC ചേസറാണ്. അപ്പോൾ ഇതുപോലെ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവിധ LED-കളും വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഈ ഒരു ചേസർ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ കാണാനായിട്ട് പറ്റും. സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ബട്ടൺ കാണാൻ പറ്റും. ഇതെല്ലാം ഇൻഡിക്കേറ്റർ LED-കളാണ്. ഇതിനകത്ത് നമുക്ക് ചേസ് ചെയ്യുന്ന അനിമേഷൻസ് കാണാൻ പറ്റും. ഈ ഒരു ചേസറിൽ 15 അനിമേഷൻസാണ് മാറി മാറി വരിക. ഒരു ചാനലിൽ നമുക്ക് ഇതുപോലെയുള്ള മാലകൾ കൊടുക്കാൻ പറ്റുന്നത് 15 എണ്ണം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആകെ മൊത്തം 15 × 8 ചാനലിലുമായിട്ട് നമുക്ക് ഒരുപാട് മാല കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചേസറാണ് ആ കാണുന്നത്. അപ്പോൾ ഈ മാലകൾ നമുക്ക് ഓൺ ആക്കുമ്പോഴത്തേക്കും ചേസറിൻ്റെ അനിമേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്നത് ഒന്നുകൂടി ഒന്ന് കാണാം. ഇപ്പോൾ ചേസറിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ചിടുമ്പോൾ ഇത് വളരെ സാവധാനത്തിലാണ് ഓരോ അനിമേഷൻസ് ഇങ്ങനെ മാറുക. സ്പീഡ് ഇങ്ങനെ നമുക്ക് കൂട്ടിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. ആ നോബ് തിരിച്ചുകൊണ്ട് നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാല വർക്ക് ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. എൻ്റെ ഷോപ്പ് വരുന്നത് കൊല്ലം കുണ്ട്രയിലാണ്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തോട്ടും നമ്മൾ പാഴ്സൽ അയക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത് അയക്കാനുള്ള പാഴ്സലുകളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് കണ്ണൂരേക്ക് അയക്കാനുള്ള പാഴ്സലാണ്. പവർ സപ്ലൈയും പിന്നെ LED-യുമാണ് ഈ ഒരു പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ പാക്ക് ചെയ്തിട്ട് നമ്മൾ LED ആണെങ്കിലും എന്ത് ഐറ്റം ആണെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, കൂടുതൽ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും. ഈ ഒരു മാല വെള്ളത്തിൽ മുക്കിയിട്ട് കത്തിക്കാനായിട്ട് പറ്റും. വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ മഴ നനഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മാർക്കറ്റിൽ ഇതിൻ്റെ ഒരുപാട് കോപ്പികൾ ഇറങ്ങുന്നുണ്ട്. കുറഞ്ഞ PVC വരുന്നത്, ബൾബിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാലകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഡാമേജ് വരും. പക്ഷേ എങ്കിൽ XPL ബ്രാൻഡിൽ വരുന്ന ഈ ഒരു മാല നല്ല ക്വാളിറ്റിയുള്ള PVCയും ഒക്കെ വരുന്നതാണ്. വയറും ബ്രൈറ്റ്നസ്സും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇതുപോലെ തന്നെ കുറഞ്ഞത് വാങ്ങിച്ചിട്ടുള്ള ഒരു മാല കസ്റ്റമർ കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ കുറഞ്ഞ മാല മേടിച്ച് കഴിഞ്ഞാൽ വേഗം അത് ചീത്തയായി പോവും. അത് ജസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് എന്താ പ്രശ്നം എന്നുള്ളതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറഞ്ഞ പിക്സലാണ്. കുറഞ്ഞ പിക്സൽ വിലക്കുറവ് കൊണ്ടൊരു കസ്റ്റമർ വാങ്ങിച്ചതാണ്.
അതിനുശേഷം നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചതാണ് ഇതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, വയറ് ഒരു 2 ആഴ്ച ഇട്ടതേ ഉള്ളൂ ഷോപ്പിൽ, ഈ വയറെല്ലാം പൊട്ടിപ്പോയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലൊന്നും ഈ ഒരു XPLൻ്റെ പിക്സലിന് ഡാമേജ് വരത്തില്ല. അത്രയും ക്വാളിറ്റിയുള്ള പിക്സലാണ് ഈ വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ഷോപ്പിൽ വേറെയും ഉള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പരിചയപ്പെടുത്തി തരാം. ഇത് പിക്സലിൻ്റെ T1000S എന്ന് പറയുന്ന കൺട്രോളറാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ താഴോട്ടൊക്കെ നിയോണുകളാണ് ഇരിക്കുക. പല നിറത്തിലുള്ള നിയോണുകൾ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് പിക്സലിൻ്റെ തന്നെ 40 പോർട്ടിൻ്റെ ഒരു കൺട്രോളർ, ഇവിടെയും വേറെയും കൺട്രോളറുകൾ ഇരിപ്പുണ്ട്, 20 പോർട്ടിൻ്റെ കൺട്രോളർ, അങ്ങനെയൊക്കെ. ഇത് RGB കൺട്രോളറാണ്. ഇത് പിക്സലിൻ്റെ കണക്ടർ. പിന്നെ ഇത് വന്നിട്ട് SP621, അതായത് പിക്സലിൻ്റെ ബ്ലൂടൂത്ത് കൺട്രോളർ, RGBയുടെ ബ്ലൂടൂത്ത് കൺട്രോളർ. പിന്നെ പിക്സലിൻ്റെ തന്നെ 50 മീറ്ററിൻ്റെ റോള് ആയിട്ടുള്ളത് ഇരിപ്പുണ്ട്. പിന്നീട് ചെയ്സറുകളെല്ലാം തന്നെ താഴെ ഇരിപ്പുണ്ട്. 6 ചാനൽ, 4 ചാനൽ, 8 ചാനൽ എന്നിങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ബസ്സിലൊക്കെ ഇപ്പോൾ കൊടുക്കുന്ന തരത്തിലുള്ള ഡോട്ട് ലേസർ, ഡയോഡ് ലേസർ സ്റ്റോക്കിലുണ്ട്. ഫ്ലഡ് ലൈറ്റ് ഉണ്ട്, 240 വാട്ട്സിൻ്റെയൊക്കെ ഫ്ലഡ് ലൈറ്റ്. പിന്നെ ഈ ഭാഗത്തോട്ട് മൊത്തം LED സ്ട്രിപ്പുകളാണ്, പലതരത്തിലുള്ള LED സ്ട്രിപ്പുകൾ, മേളിലും സ്ട്രിപ്പുകളാണ് ഉള്ളത്. പിന്നെ LED ബൾബിൻ്റെയൊക്കെ ഡ്രൈവുകൾ ഇരിപ്പുണ്ട്. പിന്നെ P10ൻ്റെ പാനലുകൾ ഇരിപ്പുണ്ട്. P10 LED സ്ക്രോളിംഗ് ബോർഡ് ഉണ്ടാക്കാനുള്ള പാനലുകൾ, അതിൻ്റെ കൺട്രോളറുകൾ. പിന്നെ ഇവിടെ മൊത്തം പിക്സൽ, മേളിൽ ഗോഡൗണിലും പിക്സലുകൾ ഇരിപ്പുണ്ട്. 3 ഇഞ്ച്, 5 ഇഞ്ച്, 7 ഇഞ്ച്. നിങ്ങളെ ഇന്ന് കാണിച്ചു തന്നത് വന്നിട്ട് 3 ഇഞ്ചിൻ്റെ പിക്സലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് 3 ഇഞ്ച് ഗ്യാപ്പിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് 5 ഇഞ്ച് ഗ്യാപ്പുള്ളതും മേളിൽ വന്നിട്ട് 7 ഇഞ്ച് ഗ്യാപ്പുള്ള പിക്സലും ഇരിപ്പുണ്ട്. 7 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് തമ്മിലുള്ള ഗ്യാപ്പ് 7 ഇഞ്ച് വരും. അപ്പം നീളം കൂടുതൽ കിട്ടും നമുക്ക്. പക്ഷെ ബൾബിൻ്റെ എണ്ണം 50 തന്നെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ പിക്സൽ നാടയിൽ സെറ്റ് ചെയ്തതുണ്ട്, അതായത് പട്ടയിൽ സെറ്റ് ചെയ്തത്. ഇതും ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് തന്നെ ഇട്ട് തരാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ സ്റ്റെയർ കൺട്രോളറാണ്. സ്റ്റെയർ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ചെയ്യുന്ന കൺട്രോളേഴ്സ് നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും. ഇത് സ്റ്റെയർ കൺട്രോളറാണ്. ഇതിൻ്റെ തന്നെ പ്രത്യേകം വീഡിയോസ് വേറെ ഇട്ടിട്ടുണ്ട് ചാനലിൽ, അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ പോയിട്ട് കാണുക. ഓക്കെ, സ്റ്റെയർ കൺട്രോളറാണ് ഇത് വരുന്നത്. പിന്നെ ഇത് ഫ്ലഡ് ലൈറ്റിൻ്റെ പലതരത്തിലുള്ള ഡ്രൈവുകളാണ് ഇരിക്കുന്നത് ഫുള്ള്. ഇത് വന്നിട്ട് ലേസറാണ്, DJ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന ലേസർ, ഫോക്കസ് ലൈറ്റ്, വലിയ സ്മോക്കർ, ചെറിയ സ്മോക്കർ, പിന്നെ വന്നിട്ട് DC to DC കൺവേർട്ടേഴ്സ്, SMPS, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഷോപ്പിൽ സ്റ്റോക്കിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഈ ലൈറ്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്കിത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഒരു പിക്സൽ മാലയ്ക്ക് 90 രൂപയാണ് വില വരിക. ഈ ഒരു മാലയ്ക്ക് 90 രൂപയാണ് വില വരിക. ഇത് മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് വില കൂടുതലാണ് ഈ ഒരു ബ്രാൻഡിന്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും ഇതിന് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞത് വേണമെങ്കിൽ, ഇതുപോലെയുള്ളത് കുറഞ്ഞത് നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. അല്ല, നല്ല പിക്സൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ചെയ്സറാണ്. ഈ ഒരു ചെയ്സറിൻ്റെ ഇപ്പോഴത്തെ വില വരുന്നത്, ഇന്നത്തെ വില വരുന്നത് വന്നിട്ട് 1000 രൂപയാണ്. 8 ചാനൽ വന്നിട്ട് 1500 രൂപ, 6 ചാനൽ 1000 രൂപ, പിന്നെ 4 ചാനൽ 850 രൂപയാണ് വില വരുന്നത്. മെറ്റൽ ബോഡി കേസിങ്ങിലാണ് ഈ ഒരു ചെയ്സർ വരുന്നത്. 12 വോൾട്ട് DCയിലാണ് ഈ ഒരു സംഗതി വരുന്നത്. പിന്നെ SMPSകളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇതിപ്പോൾ ഇന്നത്തെ വിലയാണ്. വില ചിലപ്പോൾ നാളെ മാറുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ കൺഫേം ചെയ്തിട്ട് മാത്രം എടുക്കുക. ഓക്കെ, വില മാറി മാറി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ വിലയാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.